സംഭവം അധ്യായം 1 ഇന്റർനെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഈ പടത്തിന് അത്യാവശ്യം നല്ല റേവ് റിവ്യൂസ് ഒക്കെ കിട്ടിയിട്ടുള്ള പടമാണ്. ടെക്നിക്കൽ സൈഡും ഡയറക്ഷൻ സൈഡും അടിപൊളിയാണ് ഈ പടത്തിന്റെ. അതിന്റെ വേൾഡ് ബിൽഡിംഗ്, ഒരു തരുന്ന ആ ട്രീറ്റ്മെന്റും സൗണ്ട് എഫക്ട്സ് ഒക്കെ ആക്ച്വലി പടം നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്ക് ആരും ഇല്ലാത്തൊരു സമയത്ത് നല്ല പുറത്ത് മഴയൊക്കെ പെയ്യുമ്പോൾ നാട്ടില് പറമ്പില് ഈ പറഞ്ഞ നല്ല പറമ്പൊക്കെ ഉള്ള വീട്ടിലൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയൊരു സിനിമ. ഡയറക്ടർ ഒരു ചെയ്തു വെച്ചേക്കുന്ന ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ട്. ഈ പടം കണ്ടു തീർന്നാലും നിങ്ങൾക്ക് ഇത് വീണ്ടും കാണേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വായിക്കേണ്ടി വരും, റിസർച്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഇരുന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പടം മൊത്തത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു പടമാണ് സംഭവം. ഇത് ഒരു മാസ് മസാല പടം അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള ഒരു സിനിമയല്ല. സ്ലോ ആയിട്ട് പതുക്കെ ടൈം എടുത്ത് നിങ്ങൾക്ക് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു അടിപൊളി പടമാണ്. എല്ലാവർക്കും ഈ പടം വർക്കാവും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇനി ഈ പടത്തിനകത്ത് ഡയറക്ഷൻ കൊള്ളാം, സൗണ്ട് അടിപൊളിയാണ്. ഇത് തിയേറ്ററിൽ ഭയങ്കര സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് ഒരുപാട് പേര് ഇന്റർനെറ്റിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി OTT ആണ് കാണാൻ പറ്റിയത്. ഞാൻ ഹെഡ്ഫോൺ വെച്ച് കേട്ടപ്പോൾ എനിക്ക് നല്ലൊരു ഫീൽ കിട്ടിയ പടമാണ്. ഇതിനകത്ത് കുറച്ച് അരോചകമായിട്ട് എനിക്ക് തോന്നിയ സംഭവം എന്ന് പറഞ്ഞാൽ, കുറെ പേര് ആസിഫ് അലിയുടെ അനിയൻ അഷ്ഗർ അലിയാണ് ഇതിലെ നായകൻ, പുള്ളിയുടെ അഭിനയം അത്രയ്ക്ക് പോരാ എന്ന് പറഞ്ഞു കേട്ടു ഇന്റർനെറ്റിൽ. പക്ഷെ എനിക്ക് പുള്ളിയുടെ അഭിനയം അത്ര മോശമായിട്ടും തോന്നിയില്ല. ഇടയ്ക്കിടയ്ക്ക് ആസിഫ് അലി കയറി വരുന്ന ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത്യാവശ്യം വൃത്തിക്കനെ പടം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് കുറച്ച് സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി എനിക്ക് ഫീൽ ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാള സിനിമയിൽ സായിപ്പും മദാമേനെയും കാണിക്കുമ്പോൾ അവർ ഒരുമാതിരി ഓവറാക്കി ഇത് ചപതാക്കും. അതുപോലെ ഒരു മദാമയാണ് ഈ പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. പുള്ളിക്കാരി ഇതിനകത്തൊരു ഡയലോഗ് ഉണ്ട്, ജെയിംസ് വേർ ആർ യു എന്ന് പറഞ്ഞ ആ സാധനം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. അതൊരു എനിക്ക് ഇത്തിരി ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ക്രിഞ്ചായിട്ട് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ തന്നെ മലയാള സിനിമയിൽ തമിഴ് ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ ഈ തമിഴന്മാർ എങ്ങനെയാണ് തമിഴ് പറയുന്നതെന്ന് മലയാളികളുടെ ഒരു ഭാവനയിലാണ് ഇവർ തമിഴ് പറയാം. അപ്പൊ ഇതിനകത്ത് സ്റ്റീഫൻ ജോർജ് എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസർ ക്യാരക്ടർ ഉണ്ട്. ആ പുള്ളിക്കാരൻ അത്യാവശ്യം ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് ആ റോൾ ചെയ്തു വെച്ചേക്കുന്നത്. കാരണം പുള്ളിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള റോളാണ്. ഭയങ്കര ലെയേർഡ് ആയിട്ടുള്ള ന്യൂവാൻസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഒരുപാട് അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. പക്ഷെ പുള്ളിയും ഈ തമിഴ് പറയുമ്പോൾ കേക്കുതാ സർ കേക്കുതാ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ക്യാരക്ടറിനാളും കൂടുതൽ അത് അഭിനയിക്കുന്ന ആക്ടറിനോട് നമുക്ക് സിമ്പതി തോന്നാം, അയ്യോ പുള്ളിക്കാരനെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന്. ഇതിന്റെ ആക്ടിങ് അത്ര കൊള്ളില്ല എന്ന് ഞാൻ പറയുമ്പോഴും ഒന്നോ രണ്ടോ നടന്മാർ ആക്ച്വലി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അസീം ജമാൽ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടർ, പുള്ളി മലയാള സിനിമയിൽ ഞാൻ കുറെ സിനിമകളിൽ കുറെ കാലങ്ങളായിട്ട് കണ്ടിട്ടുള്ളതാണ്. പുള്ളിക്ക് നല്ലൊരു മീറ്റി ആയിട്ടുള്ള റോൾ ഇതിനകത്തുണ്ട്. പുള്ളി അതൊരു വെറൈറ്റി സ്കെയിൽ തന്നെ, വെറൈറ്റി ഒരു മീറ്ററിൽ തന്നെ പുള്ളി അത് പിടിച്ചിട്ടുണ്ട്. പിന്നെ വിനീത് കുമാറിന്റെ അഭിനയം റെഡിറ്റിലൊക്കെ ഞാൻ വായിച്ചു പുള്ളി ഓവറാക്കി എന്നുള്ളത്. പക്ഷെ പുള്ളിയുടെ ക്യാരക്ടർ പുള്ളിക്ക് കൊടുത്തേക്കുന്ന ബ്രീഫിംഗ് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കലിപ്പനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്, കുറച്ച് അജിറ്റേറ്റഡ് ആയിട്ടൊരു പോലീസ് ഓഫീസറാണ്. ആ ക്യാരക്ടർ പിടിച്ച് തന്നെയാണ് പുള്ളി ചെയ്തേക്കുന്നത്. പുള്ളി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തത്. നിങ്ങൾക്ക് ടൈം ട്രാവല്, ഈ ലൂപ്പിൽ പെടുന്ന സംഭവമൊക്കെ ഇഷ്ടമുള്ള ഡാർക്ക് അങ്ങനെയുള്ള പടങ്ങൾ സീരീസ് ഒക്കെ നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി റൂട്ടഡ് ആയിട്ട് നമ്മുടെ മിത്തോളജിയിലും ക്ലോസർ ടു ഹോം ഒരു പടം എൻജോയ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് മൂവി. സംഭവം അധ്യായം 1 ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ.